ഹലോ മൈ ഡിയേഴ്സ്, വെൽത്ത് അറ്റാച്ച് സീരീസിലെ 10ാമത്തെ വീഡിയോ ആണ്. ഇതുവരെയുള്ള വീഡിയോകളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചില ബ്ലൂ പ്രിൻറ്റ്സുകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് എന്തുകൊണ്ട് വെൽത്ത് കൂടുതലായിട്ട് വരുന്നില്ല, എന്തുകൊണ്ട് വെൽത്ത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ആൻസർ നമുക്ക് തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാൻ ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. ഈ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്: നമുക്കൊരു സക്സസ് ആയാൽ മാത്രമേ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒരു വേ. രണ്ടാമത്തെ വേ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആയാലേ സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്തിരിക്കുന്നത് 1 എന്ന് പറയുന്ന ആൻസറാണ്. ഒന്ന് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലോ. അതായത് പല ആളുകളും പറയുന്നത് ഒരു സക്സസ്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം സക്സസ് ആവുന്നോ അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റുകളൊക്കെ ഓക്കെ ആയി നമ്മൾ ഹാപ്പിനെസ് ആവും. നമ്മൾ സക്സസ് ആവാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യത്തില്ല, അതിനെ വിശ്വസിക്കത്തില്ല. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നമ്മൾ പറയണം എനിക്ക് ചൂട് വേണമെന്ന് പറയണം. ആലോചിക്കുക, ഗ്യാസ് സ്റ്റൗവ് നമ്മൾ തീ കത്തിച്ചിട്ടില്ല. ഈ തീ കത്തിക്കാതെയാണ് എന്ത് ചോദിക്കുന്നത്, എനിക്ക് ചൂട് വേണമെന്ന്. അപ്പോൾ ഗ്യാസ് സ്റ്റൗവ് നിങ്ങൾക്ക് ചൂട് തരുമോ? അതുപോലെയാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് തീ കത്തിച്ചതിന് ശേഷം ചൂട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ എന്താണ്, നമ്മൾ ഹാപ്പിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് പല രീതിക്കും ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മളെ തന്നെ ഒന്ന് അവെയർ ചെയ്യുക. നമ്മളൊന്ന് ഈ ഹാപ്പിനെസ് ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ലൈഫിൽ സക്സസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഹാപ്പിനെസ് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത്. ഒന്ന് കാര്യം ആലോചിക്കുക. നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലേ? അത് തന്നെ വലിയ ഹാപ്പിനെസ് അല്ലേ? നിങ്ങൾക്ക് ഓരോ വീഡിയോസ് കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ കണ്ണുള്ളത് കൊണ്ടല്ലേ? ആ കണ്ണുള്ളത് കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് അല്ലേ? എത്രയോ ആളുകൾക്ക് കണ്ണില്ലാതിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പം നമ്മുടെ കാലുകൾ ഹാപ്പിനെസ് അല്ലേ? അപ്പോൾ ആ കാലുകൾക്ക് നമ്മൾ എന്തുകൊണ്ട് ഒരു നന്ദി പ്രകടിപ്പിക്കുന്നില്ല? അതുപോലെ എന്തുമാത്രം ഉദാഹരണങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് ബാക്കിയുള്ളവർക്ക് ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ നമുക്കുണ്ട്. നമ്മളൊരിക്കലും അതിനെ കാണുന്നില്ല, അതിനെ അനുഭവിക്കുന്നില്ല. നമുക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു തോട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യം ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറ്റുക. ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഒരു പീസ്, അല്ലെങ്കിൽ ഒരു കൂൾ, അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഹാപ്പിനെസ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാം. ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ എന്ത് ചെയ്യുക, നമ്മൾ നന്ദി പറയുക. ഒരു എക്സാമ്പിൾ പറയാം. ഒരു 20,000 രൂപ സാലറി കിട്ടുന്ന ഒരു എക്സ് എന്ന് പറയുന്ന വ്യക്തിയും 2 ലക്ഷം രൂപ സാലറി കിട്ടുന്ന വൈ എന്ന് പറയുന്ന വ്യക്തി. ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് 20,000 രൂപയേ ഉള്ളൂ. ആ വ്യക്തി എപ്പോഴും ആ ഒരു മണിക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സോ അദ്ദേഹം വളരെ ഹാപ്പിയാണ്, കുടുംബത്തിനൊത്ത് സമയം ചെലവഴിക്കുന്നു, അദ്ദേഹത്തിന് ഉള്ളതിലൊക്കെ അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ സന്തോഷമായിട്ട് ചെയ്യുന്നു. എന്നാൽ 2 ലക്ഷം രൂപ സാലറി കിട്ടുന്ന വ്യക്തി എപ്പോഴും ദുഃഖിതനാണ്. എപ്പോഴും പറയുന്നത് എനിക്കത് തികയുന്നില്ല, എനിക്ക് ഇനിയും വേണം, എന്നുള്ള ആക്രാന്തിയാണ്. അതായത് അവിടെ കിട്ടിയിരിക്കുന്ന 2 ലക്ഷം രൂപയ്ക്ക് ഈ വ്യക്തി ആ 2 ലക്ഷം രൂപയ്ക്ക് ഒരു വാല്യൂ പോലും കൊടുക്കുന്നില്ല. ഇങ്ങനെ വാല്യൂ കൊടുക്കാത്ത സ്ഥലത്ത് നമുക്കൊരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു സക്സസ്സോ അവിടെ ഉണ്ടാകുമോ? ഒരിക്കലും നമുക്കുണ്ടാകില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്താണ്, എത്ര രൂപയാണോ കിട്ടുന്നത് അതെന്ത് ചെയ്യുക, നമ്മളതിന് നന്ദി പറയുക. ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു കാര്യം നമ്മുടെ അടുത്ത് ഇന്ന് വരുമ്പോൾ സമയത്ത് നമ്മൾ ഇത്രയും നാളും ഇല്ലായിരുന്നല്ലോ, എൻ്റെ കയ്യിൽ ഇന്ന് വന്നല്ലോ എന്നുള്ള സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുക. നമ്മുടെ ഈച്ച് ആൻഡ് എവറി വിൻസിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ സാധാരണയായിട്ട് വിൻസ് എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിലാണ് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മളൊരു പ്രോസസ്സിങ്ങിലാണ്, ഒരു റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് നമ്മൾ അനുഭവിക്കുക, ഫീൽ ചെയ്യുക, ആ ഇമോഷൻസ് കൊണ്ടുവരിക, എന്നിട്ട് ലെറ്റ് സെലിബ്രേറ്റ്. ആ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ് നിങ്ങളത് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങളവിടെ കാണിക്കുന്ന ഒരു ഇമോഷനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ഹാപ്പിനെസ്സിലോട്ട് അല്ലെങ്കിൽ സക്സസ്സിലോട്ട് കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം എന്താണ്,
നമ്മൾ ഒന്നിനെയും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണോ, നമ്മൾ സന്തോഷിക്കുക. ഇത്രയും ദിവസം ചെയ്യാതിരുന്ന ഒരു കാര്യം ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ്റെ റിസൾട്ടാണ് എന്ന് സ്വയം നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, ഒന്നൊരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുക, കൺഗ്രാറ്റ്സ് ചെയ്യാം അല്ലേ. വേറൊരാൾ കൺഗ്രാറ്റുലേഷൻ തരുന്നതിനേക്കാളും നല്ലത് എന്തുകൊണ്ടാണ്, നമ്മളെ തന്നെ എന്ത് ചെയ്യുക, കൺഗ്രാറ്റ്സ് കൊടുക്കുക. വേറൊരാൾ ചിലപ്പോൾ ഒരു മനസ്സ് നന്നായി കൊണ്ട് തരാം, അല്ലെന്നുണ്ടെങ്കിൽ അയ്യോ അവർ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മളെ കൺഗ്രാറ്റ്സ് ചെയ്യാം. അതിനേക്കാളും നല്ലത് നമ്മൾ ശുദ്ധമാണ്, നമ്മൾ വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു, അവെയർ ചെയ്തുകൊണ്ട് കൺഗ്രാറ്റ്സ് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം പറയാൻ കാരണം സാധാരണയായിട്ട് നമുക്ക് സക്സസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. നമ്മുടെ ചില ആളുകൾ സക്സസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കും, ചില ആൾക്കാർ ടൈം ഫ്രീഡം ആയിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ എൻജോയ്മെൻ്റ് ആയിരിക്കും. സോ ഓരോ ആൾക്കാരും സക്സസ്സിനെയും അതുപോലെ നമ്മുടെ ഹാപ്പിനെസ്സിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യുക. അതായത് വെൽത്ത് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വെൽത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുവരെയും വെൽത്ത് വേണം, അല്ലെങ്കിൽ പൈസ വേണം, എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ബാധ്യതകളൊക്കെ തീർക്കണം എന്ന് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്ത് സ്റ്റെപ്പാണ് അതിന് ചെയ്യുന്നത്? നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണ്? ഒരു ഫ്രീ ആയിട്ട് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണോ, അതോ ഒരു ബില്യനെയറിൻ്റെ മൈൻഡ് സെറ്റാണോ, അതോ ഒരു പൂർ മൈൻഡ് സെറ്റാണോ? സോ ഒരു ബില്യനെയറിൻ്റെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മൾ ആക്ഷൻസ് പെട്ടെന്ന് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഒന്നിനെയും വെയിറ്റ് ചെയ്തിരിക്കില്ല. എസ്പെഷ്യലി നമ്മൾ എക്സ്ക്യൂസസ് പറയില്ല, എനിക്ക് സമയമില്ല എന്ന് പറയുന്നത്. ഈ സമയം ഇല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കത് ചെയ്യാൻ താല്പര്യമില്ല. നമ്മൾ ഈ ഒരു പോകുന്ന വഴിയിൽ കൂടെ തന്നെ പോകാനാണ് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അതിനപ്പുറമായിട്ട് ഒരു ലോകമുണ്ടെന്നും ആ ലോകത്തിനെ കാണാനായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സില്ലി എക്സ്ക്യൂസസുകൾ നമ്മൾ പറയുന്നത്. എനിക്ക് സമയമില്ല, എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, എനിക്ക് ഇന്ന സ്ഥലത്ത് ട്രിപ്പ് പോകാനുണ്ട്. അതൊക്കെ നമുക്ക് നടക്കട്ടെ, എന്നാലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക തന്നെ വേണം. ഈ ഒരു സമയം കണ്ടെത്തുമ്പോഴാണ് നമ്മളൊരു ബില്യണിയറിൻ്റെ ഒരു മൈൻഡ് സെറ്റിലോട്ട് പോകുന്നത്. ഈ ഒരു ബില്യണിയറിൻ്റെ മൈൻഡ് സെറ്റ് വന്നാലേ നമുക്ക് വെൽത്ത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് വെൽത്ത് വേണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അത് വേണം ഇത് വേണമെന്ന് നമ്മൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള കാര്യം, നിങ്ങൾക്ക് ഇന്ന് വരെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ വെൽത്താകട്ടെ, നിങ്ങളുടെ ഹെൽത്താവട്ടെ, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞ് പഠിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം, നമ്മൾ കമ്പാരിസൺസ് ചെയ്യരുത്. നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അയ്യോ അവർക്കുണ്ടല്ലോ എനിക്കില്ലല്ലോ, എനിക്ക് എന്തേ കിട്ടാത്തതെന്ന് കമ്പയർ ചെയ്യരുത്. അത് ഇന്നത്തോടു കൂടി സ്റ്റോപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് നോക്കി നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം വെൽത്ത് അട്രാക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്തു തുടങ്ങുക. ഇങ്ങനെ ആക്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി മാറുകയും നിങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രസീവിലോട്ട് എത്താനും പറ്റും. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.